Hi friends, welcome back to Click and Cook Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സിമ്പിൾ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഒരു മാംഗോ ചീസ് പുഡിംഗ് ആണ് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ ഈ പുഡിങ്ങിന് ജെലാറ്റിനോ അതേപോലെ ചൈന ഗ്രാസോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു വലിയ പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുത്ത് പ്യൂരി ഉണ്ടാക്കണം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ചെറിയ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാംഗോ പ്യൂരിയുടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക ലോ ഫ്ലെയിമിൽ. ഇതിലേക്ക് ഈ പ്യൂരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റത്തേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ മാംഗോ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പുഡിങ്ങിൻ്റെ ഒരു ലെയർ. ഇനി നമുക്ക് ക്രീം ചീസ് ലെയർ റെഡിയാക്കണം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 150 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രീം ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ക്രീം ചീസ് ഉണ്ടാക്കാനുള്ള റെസിപ്പിയുടെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഫുൾ പഞ്ചസാര മിക്സ് ആവുന്നവരേക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം ചീസ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസ് ലെയറിന് ആവശ്യമായ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുക. ഇവിടെ ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 6 ബിസ്ക്കറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ ബൗളിലേക്ക് വേണ്ട അത്രയും ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങാം. ഇതൊരു ചെറിയ സെർവിങ് ബൗളിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ക്രംസ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ച് ജെന്റ്ലി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ക്രീം ചീസ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നെല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മാംഗോ ലെയറും കൂടി ആഡ് ചെയ്യാം. ഇനി ഒരു പ്രാവശ്യം കൂടി എല്ലാ ലെയേഴ്സും ആദ്യത്തേതുപോലെ റിപ്പീറ്റ് ചെയ്യാം.
ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഒരു കാഷ്യൂ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഒരു പീസ് ചോക്ലേറ്റും എടുത്ത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. രണ്ട് 3 മണിക്കൂർ ഇത് നമുക്ക് റെഫ്രിജറേറ്റ് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 2 ചെറിയ ബൗളിലേക്ക് ആവശ്യമായ കണക്കനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് ഉണ്ടാക്കാവുന്നതാണ്. ഒരു മാംഗോ ചീസ് പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷൻ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ ഫ്രം ക്ലിക്ക് ആൻഡ് കുക്ക് റെസിപ്പീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.